ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർച്ച് 3 നടക്കുന്ന ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. എന്തായാലും ഉണ്ടാകുന്ന റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ് എന്നുള്ള പറയുന്ന ഭാഗം ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് 2 മാർക്കാണ് ഇത് വരുന്നത്. എങ്ങനെയാണ് ഈസി ആയിട്ട് ഈ 2 മാർക്ക് എങ്ങനെ നേടാം, ഗ്രാമർ പോർഷനാണ് ഉള്ളതാണ് നമ്മളിത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ എന്തായാലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ചോദ്യം ഇതാണ്. ഇത് ഇംഗ്ലീഷ് SSLC എക്സാം 2023 ചോദിച്ചിട്ടുണ്ട്. 2ാമത്തെ ചാപ്റ്റർ എന്നുള്ള ഭാഗമാണ്. റിപ്പോർട്ട് ദ ഫോളോയിങ് ഡയലോഗ്. എ ഫ്രണ്ട്, വൈ ആർ യു വറീഡ്? ഹോമിയോപ്പത്ത് പറയാണ്. ഫ്രണ്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് വറി ചെയ്തപ്പോൾ ഹോമിയോപ്പത്ത് പറഞ്ഞു എ സ്നേക്ക് കോയിൽഡ് അറൗണ്ട് മൈ ആം. ഒരു സ്നേക്ക് എൻ്റെ ആമില് കോയിൽ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഇത് 2ാമത്തെ ചാപ്റ്ററാണ്, നമ്മുടെ മുഹമ്മദ് ബഷീറിന്റെ ചാപ്റ്ററാണ്, സ്നേക്ക് ആൻഡ് ലാഡർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഇതെങ്ങനെയാണ് ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുക? അപ്പൊ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച്? വളരെ സിംപിളി പറയുകയാണെങ്കിൽ 2 ആൾ തമ്മിലുള്ള സംഭാഷണം 3ാമത് ഒരാൾ കേട്ടിട്ട് പറയുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുക. അപ്പോൾ പ്രസന്റ് ടെൻസിലുള്ള കാര്യങ്ങൾ പാസ്റ്റ് ടെൻസ് ആവും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും. അതുപോലെ തന്നെ യു എന്നുള്ളതൊക്കെ ഹി ഷീയൊക്കെ ആയിട്ട് മാറും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് അവിടെ വരുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിനനുസരിച്ച് നമുക്ക് എ ഫ്രണ്ട് ചോദിച്ചു വൈ ആർ യു വറീഡ്? ഹോമിയോപ്പത്ത് പറഞ്ഞു സ്നേക്ക് കോയിൽ അറൗണ്ട് മൈ ആം. അപ്പോൾ ഇത് പറഞ്ഞൊരു ഫ്രണ്ട് നിങ്ങൾ എന്താണ് വറി ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഹോമിയോപ്പത്ത് പറഞ്ഞു എൻ്റെ കൈക്ക് ചുറ്റും ഒരു പാമ്പ് കോയിൽ ചെയ്തു. ഇതിന്റെ റിപ്പോർട്ട് സ്പീച്ച് ഇങ്ങനെയായിരിക്കും വരിക. ഒരു ഫ്രണ്ട് ഹോമിയോപ്പത്തിനോട് എന്തുകൊണ്ടാണ് അവൻ വറീഡ് ആയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹോമിയോപ്പത്ത് റിപ്ലൈ പറഞ്ഞു അവന്റെ കയ്യിൽ ഒരു സ്നേക്ക് കോയിൽ ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്കിവിടെ ആദ്യം നോക്കാം. എ ഫ്രണ്ട്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഫ്രണ്ട് ആസ്ക്ഡ് ദ ഹോമിയോപ്പത്ത്. ആരോട് ചോദിച്ചത്? ഹോമിയോപ്പത്തിനോട് ചോദിച്ചു. വൈ ആർ യു വറീഡ്? അപ്പൊ അതെന്തായിട്ട് മാറും? വൈ ഇവിടെ ഓൾറെഡി ഉണ്ട്. വൈ ആർ യു വറീഡ് എന്നുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസില് പാസീവ് വോയിസ് ആണ് വരുന്നത്. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റുള്ള പാസീവ് വോയിസ് ആയിട്ട് മാറ്റണം. വൈ ഹി വാസ് വറീഡ്. അപ്പൊ ഇവിടെ ആർ വറീഡ് എന്നുള്ളത് ഹി വാസ് വറീഡ് എന്നുള്ളതായിട്ട് മാറും. അപ്പൊ എന്തുകൊണ്ടാണ് അവൻ വറി ചെയ്ത് കാണപ്പെടുന്നതെന്ന് ഹോമിയോപ്പത്തിനോട് ചോദിച്ചു. ഇത് ശരിയാക്കിയാൽ 1 മാർക്ക് നമുക്ക് കിട്ടും. ഈ ബി എന്ന് പറയുന്നത്, അപ്പൊ ഹോമിയോപ്പത്ത് റിപ്ലൈ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹോമിയോപ്പത്ത് റിപ്ലൈഡ് ദാറ്റ് എ സ്നേക്ക് ഹാഡ് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം. അപ്പൊ ഇവിടെ കോയിൽഡ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അത് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് അവിടെ ഹാഡ് കോയിൽഡ് എന്നുള്ളത് വന്നത്. അപ്പോൾ ഹോമിയോപ്പത്ത് റിപ്ലൈഡ് ദാറ്റ് എ സ്നേക്ക് ഹാഡ് കോയിൽഡ് അറൗണ്ട് ഹിസ് ആം. അപ്പൊ എൻ്റെ കൈ എന്നുള്ളത് റിപ്പോർട്ട് സ്പീച്ചിൽ അവന്റെ ആം എന്നുള്ള രീതി വരും. അറൗണ്ട് ഹിസ് ആം. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു 5-6 ആൻസർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാം. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും പർട്ടിക്കുലർ ആൻസർ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് എല്ലാവർക്കും ഗ്രാമർ പോർഷനിൽ നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റിലെ ഭാഗങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏറ്റവും എളുപ്പമുള്ള പരീക്ഷയാണ് ഇംഗ്ലീഷ്. നമുക്ക് മറ്റു വീണ്ടും കാണാം. അതുവരെ ദിസ് റെൻസ് തോമസ് സൈനിങ് ഓഫ്.